സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം പിരിച്ചുവിട്ട് സഹകരണ വകുപ്പ് ഉത്തരവിറക്കി. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കൺസോർഷ്യം ലക്ഷ്യം കാണാതെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തര നടപടി. സഹകരണ വകുപ്പിന്റെ ഉത്തരവ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എസ് ശാലിനിയോട് തന്നെ ചോദിക്കാം. ശാലിനി, എനിക്ക് തോന്നുന്നു ഇത് മുൻ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പെൻഷൻ വിതരണത്തിനായി കൊണ്ടുവന്ന കൺസോർഷ്യമാണ്, അതാണ് പിരിച്ചുവിട്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിജസ്ഥിതി? എന്തുകൊണ്ടാണ് ഇത്തരമൊരു അടിയന്തര നടപടിയിലേക്ക് കടക്കാൻ പ്രേരണമായത്? രാഖി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ ക്ഷേമ പെൻഷനുകൾ, പ്രത്യേകിച്ച് ഈ വയോധികർക്കടക്കമുള്ള പെൻഷനുകൾ നൽകുമ്പോൾ അതിൽ സാമ്പത്തിക പ്രതിസന്ധി അടക്കം ബാധിക്കാതിരിക്കാനായി ഒരു കൺസോർഷ്യം രൂപീകരിച്ചത്. ഈ കൺസോർഷ്യമാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറി ഏകദേശം 2 മാസത്തിലേക്ക് എത്തുമ്പോൾ അത് ഔദ്യോഗികമായി അത് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കൺസോർഷ്യം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് UDF വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൺസോർഷ്യം ഇപ്പോൾ പിരിച്ചുവിടാൻ സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ രൂപീകരണ ലക്ഷ്യം എന്നുള്ളത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, സാമ്പത്തിക പ്രശ്നമടക്കം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി ക്ഷേമ പെൻഷനുകളടക്കം വിതരണം ചെയ്യാൻ ഈ കൺസോർഷ്യത്തിന്റെ സഹായം തേടുക എന്നുള്ളതാണ്. പക്ഷേ അത് ഫലം കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അധികമായി ഒരു ബാധ്യത, ചെലവ്, ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ചെലവടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇനി അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് UDF അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ നടന്നിട്ടുള്ള വിലയിരുത്തലിൽ അവർ തീരുമാനിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായക തീരുമാനം എടുക്കുകയും ചെയ്തത്. അത് മാത്രമല്ല, ഈ കൺസോർഷ്യം പിരിച്ചുവിട്ടതോടെ ഇതിന്റെ എല്ലാ ബാധ്യതകളും ആസ്തികളും കേരള ബാങ്കിലേക്ക് മാറ്റാനാണ് നിലവിൽ സഹകരണ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശവും ഔദ്യോഗികമായി സഹകരണ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൺസോർഷ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇനി പൂർണ്ണമായും കേരള ബാങ്കിന്റെ കീഴിലാകും. 2026 മാർച്ച് 31 മുതൽ ഏകദേശം 1325.12 കോടി രൂപ വായ്പയായി സ്വരൂപീകരിച്ചിട്ടുണ്ട്. ഇത് കൺസോർഷ്യത്തിൽ നിന്നും 9% പലിശയ്ക്കാണ് നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, സർക്കാരിൽ നിന്നും തുക തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതായി സഹകരണ വകുപ്പ് കൂടി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. സംഘങ്ങളടക്കമുള്ളവർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനം ഇപ്പോൾ സഹകരണ വകുപ്പ് എടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും UDFന്റെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായിട്ടാണ് കൺസോർഷ്യം പിരിച്ചുവിട്ടതെന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് LDF സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമായിരുന്നു ഈ കൺസോർഷ്യം രൂപീകരിക്കുക, എന്നിട്ട് അതിനൂടെ പെൻഷനുകളടക്കം വിതരണം ചെയ്യുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിലെന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ അതൊരു പിരിച്ചുവിടലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും സഹകരണ ബാങ്കിലേക്ക് പൂർണ്ണമായും കൺസോർഷ്യം ലയിപ്പിക്കുകയാണ് എന്നുള്ളതാണ് സഹകരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും 2026 മുതലുള്ള സാമ്പത്തിക ബാധ്യതകളടക്കം കേരള ബാങ്കിന്റെ ചുമരിലേക്ക് വരും. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ചൂട് വെക്കുന്നത് കൂടിയാണ് ഈ കൺസോർഷ്യത്തിന്റെ പിരിച്ചുവിടലും സഹകരണ വകുപ്പിന്റെ ഈ ഉത്തരവും. രാഖി.